25 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഉണ്ടായിരുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായ അഫാന്റെ മാതാവ് ഷെമി. അഫാൻ ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്തിരുന്നതായും എന്നാൽ വലിയ കടബാധ്യത ഉണ്ടായിരുന്നത് തനിക്കാണെന്നും ഷെമി പറഞ്ഞു. ദിവസവും 2000 രൂപ വരെ ലോൺ ആപ്പിൽ അടക്കണമായിരുന്നു. കയ്യിലുള്ളതെല്ലാം അഫാന് കൊടുക്കുകയും പണം ഇല്ലാതെയായപ്പോഴാണ് കുഞ്ഞുമ്മയോട് പണം ചോദിച്ചതെന്നും അഫാന്റെ ഉമ്മ. അഫാൻ ഫോൺ ആപ്പുമായി പൈസ എടുത്തിരുന്നു. എത്ര രൂപ എടുത്തിരുന്നു എന്ന് ചോദിച്ചിട്ടില്ല. ഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു. ഇതിനിടയിൽ അവർ വിളിച്ച് പൈസ ചോദിച്ചിരുന്നു. ദിവസവും 2000 രൂപ അടക്കണമായിരുന്നു. ഞാനാണ് പണം കൊടുത്തിരുന്നത്. എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നപ്പോൾ കുഞ്ഞുമ്മയുടെ അടുത്ത് ചോദിച്ചിരുന്നു. അവർ തന്നില്ല. ഏതൊക്കെ ലോൺ ആപ്പിൽ നിന്നാണ് പണം എടുത്തത്, എത്ര രൂപയാണ് എടുത്തത് എന്നും അറിയില്ല. ലോൺ അടയ്ക്കാനായി ഭർത്താവ് പണം അയച്ചിരുന്നു. എന്നാൽ അത് കാർ ലോണുകളിലേക്ക് അടക്കാനായി എടുത്തിരുന്നു. അഫാന് പറയത്തക്ക കടം ഉണ്ടായിരുന്നില്ല. കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ സംഭവ ദിവസം ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പണം വാങ്ങാൻ ഞാനും അഫാനും ഒപ്പമാണ് പോയിരുന്നത്. എന്നാൽ പണം കിട്ടിയില്ല. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അഫാൻ എങ്ങോട്ടോ പോയി. തിരിച്ചെത്തിയ ശേഷം ഉമ്മച്ചി എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കി നിലത്തടിക്കുകയായിരുന്നു. കുടുംബം ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ പറഞ്ഞതല്ലാതെ അങ്ങനെ ചെയ്തില്ല. വീട് വിറ്റ് കടം വീട്ടാം എന്നായിരുന്നു കരുതിയത്. വീട് വിറ്റാൽ തന്നെ 1 കോടി രൂപയോളം കിട്ടുമായിരുന്നു. ഫർസാനയെ കല്യാണം കഴിക്കുന്നതിന് വീട്ടിൽ ആരും തന്നെ എതിര് നിന്നിരുന്നില്ല, ഷെമി പറഞ്ഞു. ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി ഉണ്ടായിരുന്നു. അവർ വന്ന് ഒപ്പിട്ട് കടലാസുകൾ വാങ്ങിക്കൊണ്ടുപോയിരുന്നു. കൊലപാതകങ്ങൾ നടന്നതിൻ്റെ തലേ ദിവസം അഫാനും ഞാനും കൂടി തട്ടത്തുമലയിലുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ രൂപ കടം ചോദിച്ചു. പണം നൽകാതിരുന്ന അവർ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഏറെ കേണ അപേക്ഷിച്ചിട്ടും പണം നൽകിയില്ല. പിറ്റേ ദിവസം ഫോൺ വിളിച്ചും പണം ചോദിച്ചു. അപ്പോഴും നിരസിച്ചു, ഷെമി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.